ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരാഗ്രഹം, ഒരു പൊതിച്ചോറ് കഴിച്ചാലോ എന്ന്. എന്തായാലും ഓണത്തിൻ്റെ അവധിയായി. ഓണത്തിൻ്റെ അവധിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കഴിക്കണ്ടേ. അപ്പോൾ ഓണസദ്യ ഉണ്ട്, പായസം കുടിച്ച് എല്ലാം കഴിഞ്ഞു, ബർത്ത്ഡേ കേക്ക് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു പൊതിച്ചോറാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എന്തൊക്കെ കറി വേണം, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിപുലമായിട്ടുള്ള കറി ഉണ്ടാക്കുന്ന സാമഗ്രികൾ കുറവായതുകൊണ്ട് ഓണം കഴിഞ്ഞല്ലോ, അപ്പോൾ സാധനങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ വിചാരിച്ചു മുരിങ്ങയിലെ മുട്ടയും കൂടി ഇട്ട് തോരൻ വെക്കുന്ന എല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പല വട്ടവും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. മുരിങ്ങയില മാത്രമായിട്ട് മുട്ട മാത്രമായിട്ട് അങ്ങനെ തോരൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചു എന്നാൽ ശരി അത് ചെയ്യാം. അതിൻ്റെ കൂടെ അച്ചാറുണ്ട്, പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനം കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കി ഞാൻ നമ്മുടെ മുരിങ്ങയില പിച്ചാനായിട്ട് അയ്യത്ത് പോയ സമയത്ത് നമ്മുടെ കുരുമുളകിനെയൊക്കെ ഒന്ന് കണ്ട് അവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുരുമുളക് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന കാണാൻ ഇങ്ങനെ അടുത്ത് വെച്ച് സൂം ചെയ്തൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയതായിട്ടോ. ഇതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല, മത്തി കിട്ടിയാൽ എടുക്കായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എന്താ പറയുക തുടങ്ങും. നമ്മുടെ മുരിങ്ങയിലൊക്കെ പിച്ചി തിരിച്ച് റൂമിൽ വന്നപ്പം അമ്മ രാവിലെ കടല അടുക്കി പെറുക്കി വെച്ചിട്ട് ഒരു സാധനവും നിരത്തരുതെന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം എല്ലാം അടുക്കി പെറുക്കി വെച്ച്, ഒന്നും പറയേണ്ട സൂക്ഷം പോലെ അവൾ അടുക്കളയിലോട്ട് കയറുക. അമ്മ പാത്രം കഴുകി വെച്ചിരുന്ന എല്ലാം പെറുക്കി ഹാളിൽ കൊണ്ടുവച്ച് അവൾ അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി. അമ്മ എന്താ വയ്യാനോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലായിപ്പോയി. എല്ലാം അടുക്കി പെറുക്കി മാറ്റിയതാണ്. കളിപ്പാട്ടം എല്ലാം നിരത്തി വെക്കുന്നൊരു സ്വഭാവമായിരുന്നു. എല്ലാം അടുക്കി മോളിപ്പം അമ്മയുടെ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ മീൻ ചട്ടി, നമ്മുടെ ചെറിയൊരു ചട്ടി ഉണ്ട് കേട്ടോ, ആ ചട്ടി വെച്ച് അതിനകത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി എന്താ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അങ്ങനെ യൂട്യൂബിൽ കണ്ട രീതിയിൽ തന്നെയാണ് ഞാൻ മുട്ടത്തോരൻ വെച്ചത്. സവാളയും നമ്മുടെ കാന്താരിമുളക് ഉണ്ടല്ലോ, കാന്താരിമുളകും എല്ലാം കൂടെ ചതച്ചിട്ട് കടുക് വറുത്ത് സവാളയും വഴറ്റി അതിനകത്തേക്ക് നമ്മുടെ പറിച്ച് എല്ലാം അടുക്കെല്ലാം കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ മുരിങ്ങയില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് അതിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി കൊട്ടെ, നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടിയാണ്, നമ്മുടെ വീടുകളിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ചട്ടിയുടെ അടിവശത്ത് എണ്ണ വറ്റിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് വന്നതാണ്. പിന്നെ അതിനകത്തോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ചട്ടി അടിവശം കരിയാതിരിക്കാൻ വേണ്ടി. ചീനച്ചട്ടിക്കകത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്താ പറയുക, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് മീൻചട്ടി എന്ന് പറഞ്ഞാൽ തീയലൊക്കെ വെക്കുന്ന ചട്ടി കേട്ടോ. ഇഞ്ചി തീയലും അല്ലാത്ത തീയലൊക്കെ വെക്കുന്ന ചട്ടി, ചെറിയ ചട്ടിയാണ്. അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിനകത്ത് സൈഡിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒത്തിരി അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇച്ചിരൂടെ എണ്ണയുടെ ആവശ്യമുണ്ട്, മീൻ ചട്ടി ആയതുകൊണ്ട് എണ്ണയുടെ ആവശ്യം ഇച്ചിരൂടെ വന്നു. അങ്ങനെ എണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണയ്ക്കകത്തും സവോളയും അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുരിങ്ങയില നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേന് വേവും, അത് വെന്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടേ ഇല്ല കേട്ടോ, യൂട്യൂബിൽ കണ്ട രീതിയിൽ തന്നെ ചെയ്യുവാണ്, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് നമ്മുടെ മുരിങ്ങയില എന്താ പറയുക വഴണ്ട് ആ ഒരു എന്താ പറയുക വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ 3 മുട്ട എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളമുട്ടയായിരുന്നു കേട്ടോ, എനിക്ക് ചുമന്നുട്ട ഇഷ്ടം, വെള്ളമുട്ടയാണ് കിട്ടിയത്. അപ്പോൾ വെള്ളമുട്ട 3 പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് മൂന്നും നന്നായിട്ട് ഇളക്കി യോജിക്കുന്നുണ്ട്. ഇളക്കിയപ്പോഴാണ് മനസ്സിലായത് മീൻ ചട്ടി ആയതുകൊണ്ട് അതെല്ലാം ശരിക്കും അടിയിൽ അങ്ങ് പിടിക്കും കേട്ടോ. പിന്നെ ഞാൻ കുത്തിയിരുന്ന് ഇളക്കി നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി എന്തായാലും തോരൻ പരുവത്തിൽ കിട്ടി. ആശ്വാസമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എല്ലാം കുളമായി പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ ആശ്വാസമായി. നമ്മുടെ തോരൻ പരുവത്തിന് അത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യുക, കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ കറിയും കൂട്ടാനും വേണ്ടായോ. അപ്പം വിചാരിച്ചു ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് മെഴുക്ക് പുരട്ടും കൂടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു മെഴുക്ക് പുരട്ടിയും കൂടെ, നമ്മുടെ പൊതിച്ചോറ് കിട്ടുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എന്താ പറയുക മസ്റ്റാണ് എന്ന് പറയാമല്ലോ. അപ്പം നമ്മുടെ അണ്ണനാണ് ആദ്യം ചോറ് വിളമ്പിയത്. അണ്ണൻ ഇച്ചിരി ചോറേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറ് വിളമ്പി. ചെറിയ പൊതികളാണ്. പണ്ട് ഇതൊക്കെ ചെറിയ പൊതി, പണ്ടൊക്കെ ഇവിടെ പൊതി കിട്ടും, ഭയങ്കര പൊതികളായിരുന്നു. ഇപ്പോൾ ഇത്രേ എല്ലാവരും കഴിക്കത്തുള്ളൂ. അപ്പം മുട്ടത്തോരനും മെഴുക്ക് പുരട്ടിയും വെച്ചു. മുട്ടത്തോരനും റെഡിയാക്കി. മെഴുക്ക് പുരട്ടി ഇടയ്ക്കൂടെ ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തത്, പിന്നെ അല്പം മാങ്ങ അച്ചാറുണ്ട്,
അതുകൂടെ വെച്ചു. വീട്ടിൽ അത്യാവശ്യം ഉള്ളത് മാത്രമാണ് വീട്ടിലുള്ളത് മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. രാവിലത്തെ ദോശയുടെ കടല ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളെ മാത്രമേ എൻ്റെ പൊതിച്ചോറിനകത്തുള്ളൂ. മതി, ധാരാളമാണ്. അത്രയും സാധനങ്ങളും കൂടെ പൊതി കെട്ടുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഞാൻ തന്നെത്താനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പൊതിയെല്ലാം കെട്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ അണ്ണൻ എണ്ണിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചോറ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അണ്ണൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നീ പുതിയ എടുത്തിട്ട് കൊടുത്തണം. അപ്പോൾ ഇതെന്താ വെറൈറ്റി ആണല്ലോ ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ രണ്ടാം പൊതി ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇതെൻ്റെ പൊതി കേട്ടോ. പക്ഷേ ഇതിനകത്തൊരു എക്സ്ട്രാ മീൻ വന്നിട്ടുണ്ട്, കാരണം ഞാൻ അതിനകത്ത് മീൻ വെക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇന്നലെ വറുത്ത മീൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെക്കാൻ മറന്നുപോയത്. പിന്നെ കഴിക്കാൻ നേരം അതിൻ്റെ കൂടെ യോജിപ്പിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ അടുത്തോട്ടും കാണാം.